നമസ്കാരം. സ്വർണ്ണവിലയുമായി സംബന്ധിച്ചുള്ള വാർത്തകൾ എല്ലാവരും അറിയാൻ കാത്തിരിക്കുകയായിരിക്കും. കാരണം അനുദിനം സ്വർണ്ണവിലയിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്വർണ്ണവില കുറഞ്ഞോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷയിലായിരിക്കും. എന്നാൽ ഇന്ന് ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നതിനെ സംബന്ധിച്ച ദുഃഖകരമായ വാർത്തയാണ് വരുന്നത്. സ്വർണ്ണവിലയിൽ വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ്. അന്തർദേശീയ വിപണിയിലും കേരളത്തിലും വില കൂടിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വില കൂടും എന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് വില വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ രൂപ വീണ്ടും ഇടിഞ്ഞു. ക്രൂഡ് ഓയിൽ വിലയിൽ കാര്യമായ മാറ്റങ്ങളും ഇല്ല. ബിറ്റ്കോയിൻ വിലയും നേരിയ ഇടിവ് കാണിക്കുന്നുണ്ട്. സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് നിരാശയുണ്ടാക്കുന്ന ദിനമാണ് ഇന്ന്. വില കുറയുമെന്ന് കാത്തിരുന്നവർക്കും തിരിച്ചടിയാണിത്. അടുത്ത വർഷം മുതൽ വലിയ വർധനവ് സ്വർണ്ണവിലയിൽ ഉണ്ടാകും എന്നാണ് ബാങ്ക് ഓഫ് അമേരിക്കയുടെ പ്രവചനം. ഇതെല്ലാം ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്കുള്ള വ്യക്തമായ സൂചനയാണ്. അറിയാം ഇന്നത്തെ സ്വർണ്ണവില പവൻ എത്രയാണ്, ഗ്രാം വില എങ്ങനെയാണെന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. കേരളത്തിൽ ഇന്ന്, അതായത് ഡിസംബർ മാസം 10-ാം തീയതി 600 രൂപയാണ് പവന് വർദ്ധിച്ചിരിക്കുന്നത്. 22 ക്യാരറ്റ് സ്വർണം പവന് 57,640 രൂപയാണ് വില. ഗ്രാമിന് 75 രൂപയാണ് കൂടിയിട്ടുള്ളത്. 7,205 രൂപയിലാണ് ഇപ്പോൾ ഗ്രാം വില. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 5,950 രൂപയിൽ എത്തിയിട്ടുണ്ട്. വെള്ളിയുടെ വിലയിലും വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമിന് 3 രൂപ വർദ്ധിച്ച 101 രൂപയിൽ എത്തിയിട്ടുണ്ട്. ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് $2,670 പുതിയ വില. വ്യാപാരം നടക്കുന്നതിനാൽ തന്നെ ഇതിൽ നേരിയ മാറ്റങ്ങൾ സംഭവിക്കും. സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും വിപണി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ചൈന വീണ്ടും സ്വർണം വാങ്ങാൻ ആരംഭിച്ചു എന്നതാണ് പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, പലിശ നിരക്കിൽ വൈകാതെ കുറവ് വന്നേക്കുമെന്ന പ്രചാരണമാണ്. ചൈന കുറച്ചു മാസങ്ങളായി സ്വർണം വിട്ട് ഓഹരി വിപണികളിലും നിർമ്മാണ രംഗത്തുമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഇതിൽ മാറ്റം വന്നത് സ്വർണ്ണവില കുതിക്കുമെന്ന സൂചന നൽകുന്നുണ്ട്. പലിശ നിരക്കിൽ കുറവ് വരുത്താൻ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് തയ്യാറായാൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയും. ഇതും സ്വർണ്ണവില വർദ്ധിക്കാൻ ഇടയാക്കും. അതേസമയം രൂപയുടെ കരുത്ത് ചോരുന്നതും സ്വർണ്ണവില കൂടാൻ കാരണമാണ്. ഡോളർ രൂപ മൂല്യം കൂടി പരിഗണിച്ചാണ് ഓരോ ദിവസവും ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. ഡോളർ സൂചിക 106.14 എന്ന നിരക്കിലാണ് ഉള്ളത്. ഇന്ത്യൻ രൂപ 84.80 എന്ന സർവകാല റെക്കോർഡിലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വസ്തുക്കൾക്കും ഉയർന്ന വില നൽകേണ്ടി വരും. അവ വിപണിയിലെത്തുമ്പോൾ അമിത വില നൽകി വാങ്ങേണ്ട സാഹചര്യവും വരും. ഇതെല്ലാം രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടം തട്ടിക്കും. ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന പവൻ വിലയാണ് ഇന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ 62,000-ന് മുകളിൽ ചിലവ് വരും. കഴിഞ്ഞ ദിവസം കത്തിക്കയറിയ ബിറ്റ്കോയിൻ വില അല്പം ഇടിഞ്ഞിട്ടുണ്ട്. ഒരു ബിറ്റ്കോയിന് $97,000 താഴെ എത്തിയിട്ടുണ്ട്. നേരത്തെ 1 ലക്ഷം കടന്ന് കുതിച്ചിരുന്നു. ബ്രന്റ് ക്രൂഡ് ബാരലിന് $72 താഴെയാണ് ഇന്നത്തെ വില.